സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. തിരക്കഥാകൃത്ത് SN സ്വാമിയും ഫിലിം ചേംബറിന്റെ പ്രതിനിധി സജി നന്ദ്യാട്ടും കൂടി ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുകയാണ്. സജി നന്ദ്യാട്ട് 8.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. എന്നുവെച്ചാൽ മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ പോലീസ് തുടർ നടപടികളിലേക്ക് പോകും. ഇല്ല എങ്കിൽ ഈ പ്രമുഖർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യാൻ കഴിയും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സജി ഏത് സാധ്യതയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്? അത് വേണു, ഞാൻ മുൻതൂക്കം നൽകുന്നത് വെള്ളപ്പുകയ്ക്കാണ്. വെള്ളപ്പുക വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിലും വേണുവിൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ കാണുവാനിടയായി. വേണു തന്നെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഈ പെൺകുട്ടിയുമായി 2 വർഷത്തോളമായി ഫോണിൽ പോലും സംസാരിച്ചിട്ട് പൾസർ സുനിയുടെ നമ്പറോ ദിലീപിൻ്റെ നമ്പറോ അതെ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും ഒരു ബന്ധമില്ലാത്ത കേസാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ഞാൻ തുടക്കം മുതലേ ദിലീപിനുമായി സംസാരിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ അതിൻ്റെ കാരണം ദിലീപിൻ്റെ വക്താവായിട്ടല്ല. ബൈജു കൊട്ടാരക്കരയ്ക്ക് MA നിഷാദിനും അറിയാം ഞാൻ ദിലീപുമായിട്ട് എന്ത് ബന്ധമാണ്, അവർക്ക് രണ്ടുപേർക്കുള്ള വ്യക്തമായിട്ട് അറിയാം. പക്ഷേ സത്യം ദിലീപിൻ്റെ ഭാഗത്താണെന്ന് തോന്നൽ പൊതുവേ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ്. പിന്നെ ഇവിടെ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഫെബ്രുവരി 18-ാം തീയതി മഞ്ജു വാര്യർ ദർബാർ ഹാളിൽ വന്ന് എറണാകുളത്ത് ആ ഗ്രൗണ്ടിൽ വന്ന് ആണ് ആദ്യമേ ഇതിന് ദുരൂഹത സൃഷ്ടിക്കുന്നത്, അല്ലേ? നിങ്ങൾ ബാക്ക് ഫയർ എടുക്കുക. ദുരൂഹത സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞു. മഞ്ജു എന്താണോ പറഞ്ഞത് അതിനെ സ്ഥിരീകരിക്കുന്ന നിമിഷത്തിന്റെ മുനമ്പിലാണ് സജീവ് ഇരുന്ന് സംസാരിക്കുന്നത്. അതെ, ശരിയല്ലേ? എന്താ പറഞ്ഞത്? ഒരു കൊട്ടേഷൻ കൊടുത്തു, ക്രിമിനൽ ഗൂഢാലോചന. അപ്പോൾ മഞ്ജു വാര്യർക്ക് അറിയാമായിരിക്കുമല്ലോ. മഞ്ജു വാര്യർ ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞത്? ഈ പെൺകുട്ടിയെ സന്ദർശിച്ചതിന് ശേഷമാണ്. ഞാൻ വേണു പറയുന്നു, ഈ പെൺകുട്ടിയുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ചെയ്യിച്ചയാളെ കിട്ടിയിട്ടില്ല. അവിടെയാണ് ഒരു നിരപരാധി ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നുള്ള സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് വേണ്ടി മറ്റു പലരും മുതലക്കണ്ണീർ മുടക്കുകയാണ്. ഈ പെൺകുട്ടിയെ ചാരി ദിലീപിനെ അടിക്കാവാനാണ് നോക്കുന്നത്, അല്ല ഈ പെൺകുട്ടിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. പോലീസ് ആലുവ ക്ലബിൽ വിളിച്ച് 8.5 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് വിധേയനാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ശ്രീ സജി നന്ദ്യാട്ട് ഇനി ഈ പല്ലവി ആവർത്തിച്ചിട്ട് കാര്യമുണ്ടോ? സിനിമാക്കാരാണോ ചോദ്യം ചെയ്യുന്നത് ഈ നടനെ? പോലീസല്ലേ? നിയമ സംവിധാനം അല്ലേ? വേണു ഇന്നലെ വരെ വേണു ഉൾപ്പെടെ ചോദിച്ചു, എന്തേ ദിലീപിനെ മൊഴിയെടുക്കാത്തത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാത്തതെന്ന്. ഇന്ന് ചോദിക്കുന്നു അവരെ 8 മണിക്കൂർ ചോദിച്ചു. 8 ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നെല്ലും പതിനും വേർതിരിച്ചെടുക്കാൻ പറ്റൂ. കേസ് അന്വേഷണം അവർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ശുഭസൂചനയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഞാൻ പറയുന്നു വേണു, ഇത് ക്ലൈമാക്സ് ലീഡ് സീനാ. അപ്പോൾ ക്ലൈമാക്സ് ഉടനെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സിനിമയിൽ നടന്നതെന്ന്. അപ്പോൾ യഥാർത്ഥ പ്രതി ദിലീപ് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അനുമാനം ദിലീപ് അല്ലെന്ന് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ പ്രതി ആരാണ്, ആരിലേക്ക് എത്തും പോലീസ് സത്യസന്ധമായ അന്വേഷണം പോയാലെന്ന കാര്യത്തിൽ ഒരു സംശയം വേണു. അതുകൊണ്ട് ഇത് ശുഭസൂചകമാണ്. 8.5 മണിക്കൂറല്ല, 20 മണിക്കൂർ ദിലീപിനോട് സംസാരിച്ചാലും. ഇപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞത് പോലീസ് പറഞ്ഞത് എന്തിനാണ് രണ്ടാമത് വിളിച്ചു വരുത്തിയാൽ വീണ്ടും പറയും ദിലീപിനെതിരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു, വീണ്ടും അതൊരു വാർത്തയാകും. അതുകൊണ്ട് A to Z മുഴുവൻ കാര്യങ്ങളും തറവായി മുഴുവൻ മൊഴിയും എടുത്ത് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ദിലീപ് പുറത്തേക്ക് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസം താങ്കളും വെച്ചു പുലർത്തുന്നുണ്ടോ? ഇവിടെ ഒരു കാര്യം ശരിയാണ്, ഈ നടൻ പല ഘട്ടങ്ങളിലായി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന സന്നദ്ധത പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. പോലീസ് എന്തായാലും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിട്ടാകും ഇന്ന് അദ്ദേഹം പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ടാവുക. സമയവും പോലീസ് ചോദിച്ചിട്ടുണ്ടാകും. മറ്റൊരു സമയം മറ്റൊരു സ്ഥലം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു അഭ്യർത്ഥന രൂപത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അങ്ങനെയല്ല, പകൽ വെളിച്ചത്തിലാണ് വരുന്നത്, പോലീസ് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അതിലൊരു ആത്മവിശ്വാസം പ്രകടമാണ്. പക്ഷെ പിന്നീട് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നാം ആരും സന്നിഹിതരല്ലെങ്കിൽ പോലും അതിൻ്റെ
സ്വാഭാവിക പുരോഗതി പരിശോധിച്ചാൽ അങ്ങനെ സജി നന്ദിയാട്ട് പറയുന്ന അത്രയും വെള്ളപ്പുക നിറച്ചു വെച്ചുകൊണ്ട് അത് പുറപ്പെടുവിക്കാൻ പോകുന്ന ഒരു തട്ടകമായി ആലുവ പോലീസ് ക്ലബിനെ കാണാൻ കഴിയുമോ ശ്രീ സ്വാമി? ഇപ്പോൾ ഈ സജി പറഞ്ഞ പോലെ അത്രയും ആത്മവിശ്വാസം ഈവൻ പോലീസിനോ ദിലീപിനോ പോലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശങ്കയും ഉത്കണ്ഠയും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഒരു അവസാനിക്കും എന്ന് നമ്മുടെ ആഗ്രഹമാണ്, അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ നടപടിക്രമങ്ങൾ, കാര്യങ്ങൾ എല്ലാം നോക്കി വരുമ്പോൾ അത്ര എളുപ്പത്തിലൊന്നും തീരാൻ പോകുന്നില്ല. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. കാരണം ആ കണക്ട് ചെയ്താൽ മാത്രം പോരാ. ഇപ്പോൾ ഇത് മുമ്പ് ഞാൻ പറയാം, ഇതിൽ ചാർജ് ഷീറ്റ് കൊടുത്ത പ്രതിയുടെ കാര്യത്തിൽ പോലും പോലീസിന് പല കാര്യങ്ങളും ഇപ്പോഴും മിസ്സിംഗ് ആണ്. പറഞ്ഞാൽ ഈ പറഞ്ഞ അവരുടെ ടെലിഫോൺ, കാരണം ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും ഓരോരോ തരം ആളൂർ പോലെ ഒരു വക്കീലൊക്കെയാണ് അവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നത്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പോലീസിന് ഉത്തരം പറയാനുണ്ടാവണം, അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനുണ്ടാവണം. അങ്ങനെ പോലീസിൻ്റെ ജോലി ഇനി ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. 2 കേസിലും ഈ പറഞ്ഞ ഇതിൻ്റെ ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കേസിലും അല്ല ഇത് പീഡനം മാത്രമാണോ എന്നുള്ള കേസിലും എല്ലാം ഇനി ഒരുപാട് കാര്യങ്ങൾ പോലീസിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ആ ഒരു കോടതിയുടെ സ്റ്റേജിലെത്തുമ്പോഴേക്കും പോലീസ് ഓരോ സ്റ്റേജിലും അവരുടെ കറക്ഷൻ നടത്തിക്കൊണ്ട്. പക്ഷേ ശ്രീ എസ് എൻ സ്വാമി, അടുത്ത നടപടികൾ പ്രധാനമാണ്. ശ്രീ എസ് എൻ സ്വാമി, അടുത്ത നടപടികൾ പ്രധാനമാണ്. സന്നിഗ്ധമായൊരു നിമിഷമാണ് എന്തായാലും ഇത്. മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ നടപടി എന്ന് വെച്ചാൽ പ്രമുഖരാണ്, സ്വാധീനമുള്ളവരാണ്. ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോയാൽ പല തെളിവുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റപ്പെടാം, നശിപ്പിക്കപ്പെടാം. അപ്പോൾ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എങ്കിൽ പോലീസിൻ്റെ തുടർ നടപടി എന്താകും എന്ന് ഞാൻ ഇനി പ്രത്യക്ഷത്തിൽ പറയുന്നില്ല, അങ്ങേക്കത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിലേക്ക് പോകുന്നില്ല എങ്കിൽ വലിയൊരു ആശ്വാസത്തിൻ്റെ ദിവസമായിരിക്കും ഇത് സിനിമാ സമൂഹത്തിന് ഒന്നടങ്കം. അല്ല, ഈ മൊഴിയിൽ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അത് മൊഴിയുടെ ചോദ്യങ്ങൾ ആസ്പദമായിരിക്കും. ഇപ്പം നാദിർ ഷായോട് ചോദിക്കുന്ന ചോദ്യമോ ദിലീപിനോട് ചോദിക്കുമ്പോൾ അവരെ സെപ്പറേറ്റായിട്ട് 2 മുറിയിലിരുന്ന് ചോദിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഒരേപോലെ ചോദ്യമാണെങ്കിൽ ചിലപ്പോൾ ഒരേപോലെ ഉത്തരം കിട്ടിയെന്നിരിക്കാം, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കാം, ആ തരം കാര്യങ്ങൾ. കാരണം ഇത് പ്രീ പ്ലാൻഡ് അല്ലേ, ഇപ്പോൾ എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. പിന്നെ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദിലീപ് അങ്ങോട്ടാണ് പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയുന്നത്. ആ സമയത്ത് ദിലീപിന് തീർച്ചയായിട്ടും അറിയാം ഇതിനകത്ത് താൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൻ്റെ മൊഴി എടുക്കേണ്ടി വരും, തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും, താൻ അതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ അന്ന് തന്നെ ദിലീപിന് അറിയാം. അതുകൊണ്ടാണ് അയാൾ അത് പ്രിപ്പയർഡായിട്ടാണ് അയാൾ പരാതി കൊടുത്തത്. ശരിയാണ്. പക്ഷേ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ദിലീപ് എന്താണോ സ്വയം സജ്ജനായി ചെന്ന് പറയാൻ ഉദ്ദേശിച്ചത് ആ ഘട്ടത്തിലുള്ള കാര്യങ്ങളല്ല. നടി 2ാമതും മൊഴി കൊടുത്തിരിക്കുന്നു. ഈ പൾസർ സുനി പുതിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ 2ൻ്റെയും വെളിച്ചത്തിലാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ഞാനൊന്ന് വേഗം ബൈജുവിലേക്ക് പോകണം, എനിക്ക് അതിനുശേഷം ഇടവേളയിലേക്കും പോകണം, മറ്റതിഥികളിലേക്ക് അതിനുശേഷം വരാം. ബൈജു, ഇവിടെ ശ്രീ എസ് എൻ സ്വാമി ആയാലും ദീദി ആയാലും വളരെ പരിഹാസരൂപേണ എന്നാൽ കേരള സമൂഹത്തെ സംബന്ധിച്ച് എല്ലാവരും വെച്ച് പുലർത്തുന്ന ഒരു ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി. ആളൂർ കടന്നു വന്നിരിക്കുന്നു. ആളൂർ ഇപ്പോൾ തന്നെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് ഇവരെല്ലാവരും പങ്കാളിയാണ്. ഇതാ സ്വയം തൻ്റെ കുറ്റമേറ്റു പറയാൻ തയ്യാറായി, പ്രതി തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ആളൂർ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുമോ ബൈജു? വേണു, തീർച്ചയായിട്ടും. ഞാൻ സജീവ് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അത് സത്യമോ കള്ളമോ അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, അത് എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനെ ഇനി അടുത്തൊരു ആൻറ്റി ക്ലൈമാക്സിലോട്ടാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. കാരണം ഈ ആളൂർ പോയി ഇന്നൊരു 15 മിനിറ്റ് സുനിയെ കണ്ടു എന്ന് പറയുന്നു. 15 വേണ്ട, അയാൾ പോയി 2 മിനിറ്റ് കണ്ടാൽ മതി. കാരണം അത്രയ്ക്കും ക്രിമിനൽ മൈൻഡുള്ള ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം. കാരണം കേരളത്തിൽ നടന്ന വളരെയധികം വിവാദമായ 2 കേസുകൾ, ഒന്ന് സൗമ്യ കേസ്, ഒന്ന് പിന്നെ പെരുമ്പാവൂർ കേസ്, ഈ 2 കേസിലും ഈ പ്രതികളെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 5 പൈസയ്ക്ക് വകയില്ലാത്ത പ്രതികളായിരുന്നു. മണിക്കൂറിന് ലക്ഷങ്ങളാണ് ഇദ്ദേഹം പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ ആര് കാശ് കൊടുത്ത് സഹായിച്ചു? അങ്ങനെയാണെങ്കിൽ ഈ സുനിക്ക് വേണ്ടി ഇയാളെ ആരാണ് വിളിച്ചു വരുത്തിയത്? ഈ ആളൂരിനെ ആരാണ് വിളിച്ചു വരുത്തിയത്? ആളൂർ ഒരു സുപ്രഭാതത്തിൽ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറി വന്നതല്ലോ. ആളൂരിനെ ഇവിടുന്ന് ആരെങ്കിലും വിളിക്കണമല്ലോ.
വിളിച്ചിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കണമല്ലോ. അദ്ദേഹം പോയിട്ട് സുനിയോട് സംസാരിക്കണമെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ആളൂരിന് എന്തായാലും ഒരു എമൗണ്ട് ആരെങ്കിലും കൊടുക്കാതെ നടക്കില്ല. അപ്പോൾ അതാരാണ് കൊടുക്കുന്നത്? ആളൂരിന് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത്? ആളൂർ എന്തിനാണ് ഈ കേസ് ഏറ്റെടുത്തത്? കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസിൻ്റെ എല്ലാം കേസ് ഏറ്റെടുക്കുന്ന ഈ ആളൂര് ഈ കേസ് ഏറ്റെടുത്തോടുകൂടി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസാനമായി എന്ന് മാത്രം കരുതിയാൽ മതി. ഇനി എത്ര പോലീസ് എന്തെല്ലാം ചോദ്യം ചെയ്ത് എവിടെല്ലാം എന്ത് എവിഡൻസ് ഉണ്ടാക്കിയാലും ഈ ആളൂർ ഇനി പറയുന്നതായിരിക്കും സുനി ഇനി മൊഴിയാൻ പോകുന്നത് എന്നുള്ള. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയല്ല ബൈജു. ഇവിടെ നമ്മുടെ ഈ ബണ്ടിച്ചോറിൻ്റെ കാര്യവും ആളൂരാണ് വാദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരട്ട ജീവപര്യന്തമാണ് ബണ്ടിച്ചോറിന് കിട്ടിയത്. അതുകൊണ്ട് ആ ആളൂരിൻ്റെ മഹത്വം മാത്രമല്ല നാം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ വിവരം ശരിയാണ് എങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക് തിരികെ എത്താം.